ട്രിവാൻഡ്രം പോയാലോ? വെറുതെ കറങ്ങാൻ പോകുന്നതല്ല, ഹോസ്പിറ്റലിൽ പോവാണ് ഉപ്പായിട്ട്. പിന്നെ ഞാൻ എന്താ ഇതിൻ്റെ ഇടയ്ക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വരെ പണിയൊന്നുമില്ലല്ലോ, നമുക്കും പോവാം. ചാത്തന്നൂരോട്ട് പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണ് ഇത്. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്തോടുള്ള യാത്ര അങ്ങ് തുടങ്ങി. വണ്ടി കയറി കഴിഞ്ഞാൽ ഉറക്കം, അത് മസ്റ്റാണ്. ഒരു ഉറക്കം കഴിഞ്ഞ് എണീച്ചിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, വെറുതെ ഇരിക്കുമ്പോൾ കുറിക്കാനായിട്ട് ചിപ്സൊക്കെ ആയിട്ടാണ് നമ്മൾ പോയത്. ആദ്യം നമ്മൾ ആറ്റിങ്ങൽ പോയി. എന്തിന്? ദൈവനെ കാണാൻ. ഒരു ഉമ്മ തരട്ടെ? ഒന്ന് പോയേടി, എനിക്ക് നാണം വരുന്നത്. ഇവളൊരു കാര്യം, ചെറുക്കൻ ലേശം നാണക്കാരനാണ്. അവിടുന്ന് പിന്നെയും നമ്മൾ യാത്ര തുടങ്ങി. നമ്മളൊരു ഉച്ച സമയത്ത് ഇറങ്ങിയത്. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളിതാ ഈ കടയിലായിട്ട് ചായ കുടിക്കാൻ കയറി. ഇവിടുത്തെ സമൂസ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് തട്ട പഠിച്ച സ്കൂളൊക്കെ നമുക്ക് കാണിച്ചു തന്നു. ഇവരൊക്കെ നേരത്തെ ട്രിവാൻഡ്രത്തായിരുന്നു ശരിക്കും താമസിക്കുന്നത്. ബട്ട് പിന്നെയാണ് കൊല്ലത്തോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞു തരാനാണെങ്കിലും കാണിച്ചു തരാനാണെങ്കിലും കുറേ കാര്യമുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജ് ഒരിക്കലും മറക്കത്തില്ല. എല്ലാം കഴിഞ്ഞ് നമ്മളങ്ങോട്ട് ഹോസ്പിറ്റലിലെത്തി. ഞാനാണെങ്കിൽ അവിടെ ഒരു സിനിമയും കണ്ട് സൈഡായി. അങ്ങനെ അവർ കണ്ടിറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിച്ച് നേരെ കൊല്ലത്തോട്ട്. ആ ആകാശത്തോട്ടം നോക്കിയേ, ചന്ദ്രഭാമനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ലേ. അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അങ്ങനെ നമ്മൾ ഫുഡിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തത്. വളരെ ആക്രാന്തത്തോടെയും ആവേശത്തോടെയും ചെസ്റ്റ് പീസൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കുക. സത്യം പറയല്ലോ, വായി വെക്കാൻ കുഴപ്പം. ബട്ട് ഉമ്മ പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്, നല്ല ഫുഡാന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ. ഇനി ഞാൻ വന്നുകൊണ്ടാണ് എന്താണെന്നറിയത്തില്ല, ഒരു വഹയ്ക്കോളം. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ നേരത്തെ അടിപൊളി മഴയായിരുന്നു കേസ്. അത്ര മഴയായിരുന്നു, നല്ല തണുപ്പുമായിരുന്നു. അങ്ങനെ നമ്മൾ കൊല്ലത്തെത്താറായി. ആ കൊട്ടിയത്തോട്ട് വരുന്ന പാലത്തിൻ്റെ അവിടെ വെച്ച് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയത്. ബട്ട് എന്തോ ഞാൻ സ്ലോ മോഷനായിപ്പോയി. അങ്ങനെ നേരെ ഉപ്പായ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം നമ്മളെ വീട്ടിൽ എവിടേക്ക് പോയാലും തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഒരു ആനന്ദം അത് വേറെ ഒന്നാണ്. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.